നമസ്കാരം. രാജ്യത്തെ ഒട്ടുമിക്ക സർവേ ഫലങ്ങളും ഇന്ത്യ രാജ്യത്ത് NDAയുടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പ്രവചിക്കുന്നത്. ഈ പ്രവചനങ്ങളൊക്കെ തന്നെ നമ്മെ ഭയപ്പെടുത്തുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് നോമിനേഷൻ കൊടുക്കാതെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് 10 സീറ്റുകളിൽ BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. BJP എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പട്ടാളത്തിൻ്റെ സാന്നിധ്യമുള്ള ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി സംസ്ഥാനത്ത് മത്സരിക്കാൻ പോലും ആളുകൾക്ക് സാധ്യമാവാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് വിശ്വസിക്കേണ്ടത്. അതേപോലെ തന്നെ ഗുജറാത്തിലെ സൂറത്ത് സീറ്റ് അടക്കമുള്ള ചില സീറ്റുകളിലും പാർലമെൻറ്റ് സീറ്റുകളിലും ഇതേപോലെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാതെ BJPയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ ക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരെ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയാണ്, ഒരു തമിഴ് ബാബുവിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെന്ന്. വംശീയമായ വിദ്വേഷം ജനങ്ങൾക്കിടയിലേക്ക് ഉത്തരവാദപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയാണ്. കാരണം നവീൻ പട്നായിക്കിൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയായ തമിഴ്നാട്ടുകാരനായ VK പാണ്ഡ്യനാണ് അധികാര സ്രോതസ്സായി മാറാൻ പോകുന്നത് എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് തമിഴ് സംസ്കാരത്തിനെതിരെ ഒഡീഷയിൽ ഒരു വികാരമുണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രാജ്യത്തെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പറയുമ്പോൾ ഇന്ത്യയിലെ BJP അതിനെ വക്രീകരിക്കുന്നത് ആ റീഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങൾക്കാണ്, കൂടുതൽ ജന്മം കൊടുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ജനനം നടക്കുന്ന മുസ്ലിം സമുദായത്തിനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ രാജ്യത്ത് കൃഷിയോഗ്യമായ ഭൂമി ലഭ്യമല്ലാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, സ്വന്തമായി വീടില്ലാത്ത ആളുകൾക്ക്, റോഡുള്ള ഭൂമിയിൽ ഭൂമി വെക്കാൻ ഇനിയും അവകാശം ലഭിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് ഭൂമിയുടെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നു. എന്നാൽ അതിനെ അനുകൂലമായി പ്രതികരിക്കുന്നതിന് പകരം അത് മുസ്ലിങ്ങൾക്ക് ഭൂമി കൊടുക്കാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വംശീയവും വർഗീയവുമായ വിദ്വേഷമുണ്ടാക്കാൻ രാജ്യത്ത് ശ്രമിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ സംവരണത്തെക്കുറിച്ച് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്നാണ് പറയുന്നത്. സാമൂഹ്യമായി എന്ന് പറഞ്ഞാൽ ജാതീയമായ പിന്നോക്കമുള്ള ജനവിഭാഗങ്ങൾക്കാണ്. രണ്ടാമത്തെ വിഭാഗം വിദ്യാഭ്യാസം, അത് ഇന്ത്യയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ രാജ്യത്ത് കണ്ടെത്തിയ സമുദായങ്ങൾക്കാണ്. കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കമെന്ന് കണ്ടെത്തിയ വിഭാഗങ്ങൾക്കാണ്. ഈ വിഭാഗങ്ങൾക്കാണ് കണക്കെടുത്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് സംവരണം കൊടുക്കുന്നത്. BJP പറയുന്ന സംവരണം അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ജനറൽ കോട്ടയിൽ ഈ വിഭാഗങ്ങൾ തത്തുല്യമായി ആനുപാതികമായി എപ്പോഴാണോ ജോലികൾ നേടുന്നത്, അവസരങ്ങൾ നേടുന്നത്, അപ്പോഴാണ് സംവരണം പുനഃപരിശോധിക്കേണ്ടത്. ഈ രൂപത്തിൽ രാജ്യത്ത് വംശീയവും വർഗീയവുമായ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രചരണം ഉണ്ടാക്കിക്കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ ക്ഷേത്രങ്ങൾ പൊളിക്കും, അതേപോലെ തന്നെ ഈ രാജ്യത്ത് ഹിന്ദു സംസ്കാരം ഇല്ലാതാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുകയാണ്. എന്നാൽ മറുഭാഗത്ത് ആസാമിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോയിട്ട് BJPയുടെ അവിടുത്തെ മുഖ്യമന്ത്രി ഹേമന്ത ബിശ്വ ശർമ്മ പറയുന്നത്, ഇവിടെ മുസ്ലിങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, മുസ്ലിങ്ങളെ നിങ്ങൾ ഞങ്ങളോടൊപ്പം വേണമെന്ന്. ഒരു ഭാഗത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. അവർ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ അവരെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കുന്നു. അവരെ ബംഗ്ലാദേശിലേക്ക് തള്ളിമാറ്റുമെന്ന് പറയുന്നു. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പോയി നിങ്ങളെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്ത വളരെ ദരിദ്രരായ പിന്നോക്കക്കാരായ മുസ്ലിം ജനവിഭാഗങ്ങളെ, അതിർത്തി സംസ്ഥാനങ്ങളിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ ഒരു ഭാഗത്ത് ഭീഷണിപ്പെടുത്തിയും മറ്റൊരു ഭാഗത്ത് പ്രലോഭനം കൊടുത്തുകൊണ്ടും അവരുടെ വോട്ടും തട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങൾ. ഈ എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ അനുകൂലമായി വന്നാൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ തകർച്ചയിൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നു, നമ്മൾ വേദനിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും സന്തോഷിക്കാൻ വകയില്ല. മുന്നോട്ട് പോകുക ഇനി ഒന്നുകൂടെ നമുക്ക് അറിയാൻ ബാക്കിയുള്ളൂ. ഇന്ത്യയിലെ വന്ധ്യവയോധികരായ BJPയുടെ നേതാക്കൾ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള ആളുകളെ 75 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് നിഷേധിച്ചുകൊണ്ട് മൂലക്കിരുത്തിയ ആളുകളും 75 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ നീതി നടപ്പിലാക്കേണ്ട RSSും BJPയും നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുമോ ഇല്ലയോ എന്നാണ് ഇനി അവസാനമായി അറിയാനുള്ളത്. അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിവിട്ട ആ ചോദ്യത്തിന് ഇനിയും BJP ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായാൽ അത് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഭയപ്പെടുത്തുന്നതും എല്ലാവർക്കും ആശങ്ക സമ്മാനിക്കുന്നതുമായ ഒരു വിജയം മാത്രമായി ഒതുങ്ങും എന്ന് കരുതാനാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതേക്കുറിച്ച് ഇന്ത്യയിലെ ജനാധിപത്യ മതേതരവാദികൾ ആശങ്കപ്പെടുന്നു. അത്തരമൊരു വിധി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.